ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ ബാക്കിൽ കിടക്കുന്ന ഒരു നരി തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പലർക്കും തോന്നുന്നുണ്ടാവും താറാണ് അല്ലെങ്കിൽ താർ റോക്സ് ആണെന്നൊക്കെ. അങ്ങനെ വിലയിരുത്തേണ്ട ഒരു മുതലല്ല. നമ്മൾ ജീപ്പിൻ്റെ റാംഗ്ലറാണ്. റാംഗ്ലറിൽ എത്രതിന് മുന്നേ വേറൊരു ചരിത്രത്തിലേക്ക് നമുക്ക് പോവാം. നമുക്ക് അമേരിക്കൻ യുദ്ധത്തിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരു മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വാഹനം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് അങ്ങനെ ആ സമയത്താണ് വില്ലീസ് ഇറക്കിയത്. അങ്ങനെ വില്ലീസിൻ്റെ പൂർണ്ണ രൂപം മാറി 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 വില്ലീസ് JB എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ വന്നു. 1986 അങ്ങനെ ഒരു വാഹനം വന്നത്. അങ്ങനെ അതിൽ നിന്ന് പരിപൂർണപ്പെട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മളെ പിറകിൽ കിടക്കുന്ന ജീപ്പ് റാംഗ്ലറിൽ നിന്നും വ്യത്യസ്തമായൊരു മുതലാണ് ഇപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അതായത് അദ്ദേഹം ഒരുപാട് പണിത് മാറ്റിയ ഒരു വണ്ടിയാണിത്. ഒറ്റ ഫ്രണ്ട് ലുക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എൻ്റെ ഷോൾഡറിൻ്റെ അത്രത്തോളം അതിൻ്റെ ബോണറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ വേറെ വൈബാണ്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ ഒരു മസ്കുലർ കാർ എന്ന് പറയാം. നമുക്ക് അമേരിക്കൻ മസ്കുലർ എന്ന് പറഞ്ഞാൽ ഡോഡ്ജ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ജീപ്പിൻ്റെ മസ്കുലർ ഐറ്റം തന്നെയാണ് റാംഗ്ലർ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു റുബിക്കോൺ ബെമ്പർ, ഇന്നിപ്പോൾ താറിൻ്റെ പല ബെമ്പറും റുബിക്കോൺ സ്റ്റൈലിൽ റാംഗ്ലർ സ്റ്റൈലിലെ ബെമ്പറാണ് വരുന്നുണ്ടാവുക. എടുത്തു പറയുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ നമ്പർ പ്ലേറ്റ്, ഫാൻസി നമ്പർ പ്ലേറ്റ് ആണ്. 78 നമ്പർ പ്ലേറ്റ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 7 സ്ലോട്ട് ഗില്ല് വരുന്നുണ്ട്, 2 LED ലാമ്പ് വരുന്നുണ്ട്. ഈ ഒരു ലാമ്പ് തന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ പല വേർഷൻസ് ആണ് ഇന്ന് കാണുന്ന കാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. പിന്നെ ഫോക്സിൻ്റെ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോടും ചോദിക്കാം, അതിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇത്രയൊക്കെ തന്നെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടു പേര് അദ്ദേഹം ഗ്ലാസിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പാലാട്ടെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ പാലാട്ട് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേര്. ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ബെസ്റ്റ് ലുക്ക്. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു വാഹനത്തിന്റെ ഉടമയാണ് മിസ്റ്റർ സന്തോഷ്. അപ്പോൾ സന്തോഷ് ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആളുണ്ടാവുക. അപ്പോൾ സന്തോഷ് ചേട്ടാ, പല വണ്ടികളും ഇന്ന് ഇന്ത്യൻ നിരത്തിൽ അവൈലബിൾ ആണ്. അതായത് എന്തുകൊണ്ടാണ് പിന്നെ റുബിക്കോൺ എടുക്കാൻ കാരണം? അപ്പോൾ പലരും ലക്ഷറി വെഹിക്കിളായ BM, ബെൻസ് പല വെഹിക്കിൾസും ഒന്നും അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റുബിക്കോണിക്ക് വരാനുള്ള കാരണം? എനിക്ക് ഓഫ് റോഡിനോട് ഭയങ്കര നല്ലൊരു ക്രേസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ റൂബിക്കോണിനെ കളിച്ചിരിക്കാൻ ഇന്നിപ്പോൾ ഇന്ത്യയിൽ വേറെ വണ്ടി ഇല്ല എന്നുള്ള തോന്നലാണ് ഞാൻ ഈ റൂബിക്കോണിലേക്ക് എത്താനുള്ള കാരണം. അത് കുറെ കാലമായി മനസ്സിൽ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം അതേപോലെ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി കിട്ടാത്തൊരു പ്രശ്നം വന്ന്, അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വേറൊരു ടീമിന്റെ ഇത് എടുത്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണ്? അപ്പൊ അത് ഇതിന് ശേഷം താർ റോക്സ് ഇറങ്ങി, ഇതേ ഫെമിലിയർ ലുക്കിലാണ് താർ റോക്സ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് കൊടുക്കണം, ഇനിയിപ്പോ ഈ ഒരു വണ്ടി വേണ്ട, അതിന്റെ സ്പെക്ക് പോയി, അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. ഓടിച്ച ആൾക്കാർക്ക് അറിയാം ഇതിന്റെ പവർ എന്താന്നുള്ളത്. അതെല്ലേ, ഇതിപ്പോ നമ്മൾ ഏകദേശം സാധാരണ റൂബിക്കോൺ അല്ല, ഏകദേശം എത്ര രൂപയ്ക്ക് ഈ ഒരു വണ്ടി പണിതുണ്ടാവും സ്റ്റോക്കിൽ നിന്ന്? അത്യാവശ്യം പൈസ ഞാൻ ഇതിന്റെ മുകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ലുക്ക് ഇതിന്റെ മുകളിൽ എങ്ങനെയാണ്? അതായത് റോഡിലൂടെ പോകുമ്പോൾ റോഡ് പ്രസൻസ് എങ്ങനെയാണ്? നമ്മൾ ആൾക്കാർ മുതിർന്നവരുടെ ഭാഗത്തുനിന്നാണോ കൂടുതൽ, അതായത് കുട്ടികളുടെ ഭാഗത്തുനിന്നാണോ കൂടുതൽ? കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഫാൻസാണ്, ഇതിനോട് കൂടുതൽ ഇഷ്ടവും. ഓക്കെ, അപ്പൊ അവര് പോകുമ്പോ നമുക്ക് തന്നെ അത് ശരിക്കും ഫീൽ അതെല്ലേ. എന്താ പിന്നെ വേറെ കളർ മാറ്റം പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിന് വേറെ എന്താണ് പ്ലാൻ ഉള്ളത്? ഇനി കഴിഞ്ഞിട്ടൊരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഇപ്പൊ അടുത്തൊന്നും കൊടുക്കാൻ പ്ലാൻ ഇല്ല, വണ്ടി ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള പരിപാടി തന്നെയാണല്ലേ? എന്താണ് ഇപ്പൊ ഓഫ് റോഡ്? നമ്മളെ കേരളത്തിൽ ഒട്ടുമിക്ക ഓഫ് റോഡ് ഒക്കെ അടിച്ച് നാലുമലൊക്കെ ലാസ്റ്റ് ഇപ്പം നാലുമലയാണ് ചെയ്തത്. നാലുമലൊക്കെ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ്. വേറെ വണ്ടികളൊന്നും ഇല്ല നമുക്ക് സഹായത്തിന് പോലും. ഒരു വിഞ്ചോ അങ്ങനത്തെ ഒരു ഇഞ്ചില്ലാണ്ട് തന്നെ വണ്ടി വലിഞ്ഞു കയറി. നമ്മൾ വേറൊരു സപ്പോർട്ടിങ് ഇല്ലാതെ നമുക്ക് നല്ല എന്താ പറയാ, മൂന്നാറില് നമ്മൾ കുറച്ച് പയ്യന്മാരുണ്ട്, അവർ അടിപൊളി ടീമാണ്. അപ്പൊ ഈ ഒരു വണ്ടി ഇപ്പോ ഒരാള് മോഹവിലക്ക് ചോദിച്ചാൽ കൊടുക്കുമോ? ചോദിച്ചിരുന്നു ഇതിനു മുന്നേ. ഞാന് നമ്മളങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. ഒരു 2 വണ്ടി തന്നെ വേണം, ഇതേ ഇതിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞത് ചോദിച്ചിരുന്നു. ഞാൻ ഇന്നലെ മിന്നാന്നിട്ട് ഒരു സൂപ്പർ സ്റ്റാർ പറയുന്ന കേട്ട്, എന്റെ പല വണ്ടികളുണ്ട്, പക്ഷെ റാംഗ്ലർ അതൊരു പ്രത്യേക വികാരമാണ്, അതൊരിക്കലും കൊടുക്കില്ല, എത്ര ലക്ഷം കിലോമീറ്റർ ആയാലും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് ഓടിച്ച ആൾക്കാർ പിന്നെ അത് കൊടുക്കില്ല. അതാണ് ഇത് ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോ മൈലേജ് ഞാൻ കിടക്കുന്നില്ല. മൈലേജ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ വിരലിൽ ഉണ്ടാവുന്ന മൈലേജ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളൂ. എക്സോസിന്റെ ഭാഗത്തേക്ക് വല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ?
എക്സോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഏമാരുടെ ഭാഗത്ത് വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ കാതടപ്പിക്കുന്ന സൗണ്ട് അല്ല, ഒരു നോർമൽ സൗണ്ട് രീതിയിലുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പുറത്തേക്ക് ഒന്നുമില്ല. എന്തായാലും വണ്ടി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് വണ്ടി പണിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വേറെ കാര്യം, ഇപ്പൊ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം വണ്ടി തന്നെയാണ് ഈ കമ്പനി ഫോക്സിന്റെ ഇതാണ് ഉപയോഗിക്കാൻ പറയുന്നത്. അതല്ലേ, ഫോക്സിന്റെ തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഫോക്സ് ആണ്. ഫോക്സിന്റെ തന്നെയാണ് ചെയ്തിട്ടില്ല. എത്ര ഇഞ്ച് ഏകദേശം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പറയും? 2.5 ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നോർമലിനേക്കാളും 2.5 ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 7 സ്ലോട്ടർ ഗ്രില്ലൊക്കെ ഇതിന്റെ സ്റ്റോക്കാണ്. ഇതാണ് ഇപ്പൊ ഇൻസ്പയർ ആയിട്ട് താറിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓ, അടിപൊളി. ബമ്പറും സ്റ്റോക്കാണ്. ബമ്പർ നമ്മൾ കസ്റ്റം ചെയ്താണ്. ഇത് മെറ്റലാണോ വരുന്നത്? മെറ്റലാണ് വരുന്നത്. അപ്പൊ ഇതായിട്ട് തട്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തട്ടിയ ആൾക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. എന്തായാലും അതും വെറൈറ്റി ആയിട്ട്. വേറെ എന്താണ് ഇനി വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ബോണറ്റിൽ ഒരു ചേഞ്ച് വരുത്താനുള്ള ഒരു ആലോചന ഉണ്ട്. കുറച്ചും കൂടി ഹൈറ്റ് ആയിട്ടുള്ള കൂട്ടാനുള്ള പരിപാടി ഉണ്ട്. ഓരോ ടൈമിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് പ്ലാനിങ്. ഒന്നാകെ ചെയ്യണില്ല. ഇതൊക്കെ ഇപ്പൊ ചെയ്തതൊക്കെ ഒന്നാകെയാണോ അതോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ചെയ്തത്? ഘട്ടങ്ങളായിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ. ഇപ്പൊ ചെയ്തതൊക്കെ ഒന്നാകെ ചെയ്താണ്. എങ്ങനെയാണ് ഗ്യാരേജിൽ ഈ ഒരു വണ്ടി മാത്രമാണുള്ളൂ അതോ വേറെ ഏതെങ്കിലും ക്രൈസ് ആയിട്ടുള്ള ബൈക്കിനോട് ക്രൈസ് ഉണ്ടോ? ബൈക്കിനോട് ക്രൈസ് ഉണ്ട്. ഏതാണ് ഗ്യാരേജിൽ ഏതാണുള്ളത്? നിഞ്ച, നമ്മളെ ZX 4R കാവസാക്കി നിഞ്ച. അപ്പൊ അതാണ് ബൈക്കിൽ ഏറ്റവും ക്രൈസ് ഉള്ളത്. അതും ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ വല്ലതും? എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രബോയ്ക്കിന്റെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വന്നപ്പോ കണ്ടിരുന്നു വണ്ടി. അതും നല്ല വൈബായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സന്തോഷേട്ടന്റെ ഗ്യാരേജിലെ വിശേഷങ്ങൾ. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, എടപ്പാള് മാങ്ങാട്ടൂരുകാരൻ തന്നെയാണ്. മാങ്ങാട്ടൂർക്കാർക്കൊക്കെ അറിയുന്ന ഒരു വണ്ടി തന്നെ ആവും. റോട്ടിലൂടെ പോകുമ്പോഴൊക്കെ അറിയുന്ന വണ്ടി തന്നെ ആവും ഇപ്പൊ ഇത് റൂബിക്കോൺ. അപ്പൊ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മളെ ചാനലിൽ കാണാം. അപ്പൊ സന്തോഷേട്ടാ, ഇനി ഒരുപാട് വണ്ടി എടുക്കാൻ പറ്റട്ടെ, നല്ല നല്ല പണികൾ ചെയ്യാൻ പറ്റട്ടെ വണ്ടിയിൽ. നമ്മൾ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.